ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന വഴിയാ ചേട്ടാ. കേറി വാ. എറണാകുളത്ത് 1-2 പാർട്ടിക്ക് സാധനം കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുത്തു കഴിഞ്ഞപ്പോ സമയം പിന്നെയും ബാക്കി. എന്നാ പിന്നെ വന്ന ഏട്ടനെയും മാളുവിനെയും ഒന്ന് കാണാന്ന് വെച്ചു. അല്ല, മാളുവിടെ? മാളുവിന്റെ വല്യമ്മയുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണെന്ന്. രാവിലെ തന്നെ രണ്ടുപേരും സ്ഥലം വിട്ടു. ഇനി നാളെ സ്കൂളിൽ പോകാൻ നേരത്തെ രണ്ടുപേരും തിരിച്ചു വരൂ. ആ, നീ ഇരിക്കി, ഞാനൊരു ചായ എടുക്കാം. വേണ്ട, ബുദ്ധിമുട്ടണ്ട. ഞാൻ പോകുന്ന വഴി കടയിൽ നിന്ന് കഴിച്ചോളാം. എന്ത് ബുദ്ധിമുട്ട്? നീ ഇരിക്കി, ഞാൻ ഇപ്പൊ തന്നെ എടുക്കാം. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആ, ശരി. ചേട്ടാ, ഏതാ ഈ പെട്ടി? ഓ, അതോ, ഇത് നമ്മുടെ മാലുവിന്റെ അമ്മയുടെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയ കൂട്ടത്തിൽ കിട്ടിയതാണത്രേ. 1 മാസം മുമ്പ് അവരുടെ വീടിന്റെ മച്ചൊന്ന് ക്ലീനാക്കി. അപ്പോഴാണ് മാലു ഈ പെട്ടി കണ്ടത്. അവൾ അത് കയ്യോടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. കുറഞ്ഞത് ഒരു 100 കൊല്ലത്തെ പഴക്കമെങ്കിലും കാണും. എന്താ, കോയമ്പത്തൂരുള്ളതിന്റെ കടയിലേക്ക് പറ്റിയ സാധനം വല്ലതും ആണോ ഇത്? സത്യം പറഞ്ഞ ഇതുപോലൊരു പെട്ടി തപ്പിയാ ഇത്തവണ ഞാൻ എറണാകുളത്തേക്ക് വണ്ടി കയറിയത്. 2 ദിവസം മുമ്പ് ഒരു സായിപ്പ് കടയിൽ വന്നിരുന്നു, ഇതുപോലൊരു പെട്ടി തപ്പി. ഇപ്പൊ ഈ പെട്ടി കണ്ടപ്പോ സായിപ്പ് ആവശ്യപ്പെട്ട പെട്ടി പോലെ തോന്നി. ഏറ്റു വലിച്ചു കൊണ്ടുപോയാ നിനക്ക് ഇതുപോലെ ഗുണം ഉണ്ടാവോ? അല്ലേട്ടാ, ഇതിന്റെ വലിപ്പത്തിനല്ല, പഴമയ്ക്കാ കാശ്. നീ അത് കൊണ്ടുപോയിക്കോ, മാലതിയോട് ഞാൻ പറഞ്ഞോളാം. അല്ല, ഇത് നിറയെ മാളുവിന്റെ കളിപ്പാട്ടങ്ങളാണല്ലോ. നീ അതൊന്നും കാര്യാക്കണ്ടെന്നേ. മാളു നടക്കുന്ന വഴി കൊണ്ടുവച്ച് എന്റെ കാല് 2 പ്രാവശ്യം തട്ടിയതാ. അന്ന് ഞാൻ കരുതിയതാ ഇത് മാലതിയുടെ വീട്ടിൽ തന്നെ കൊണ്ടു കൊടുക്കണോന്ന്. ഈ പെട്ടി ഞാൻ ചോദിക്കാതെ കൊണ്ടുപോയാ മോളതൊരു പ്രശ്നമാക്കോ? നീ ഇത് കൊണ്ടുപോയണില് എത്രയും വേഗം കൊണ്ടുപോകണം. കാരണം മോളിപ്പോ പുതിയ വാശിയില്ല. ഈ പെട്ടിക്ക് 4 ചക്രവും കൂടി വെക്കണമെന്നാ അവളിപ്പോ പറയുന്നു. എന്നായിട്ടാ, മാലചേച്ചി ഒന്ന് വിളിക്ക്. ഞാൻ ഈ പെട്ടി കൊണ്ടുപോകുന്ന കാര്യം മാലചേച്ചിയോട് ഒന്ന് പറഞ്ഞേക്കാം. അതല്ലേ അതിന്റെ ശരി. നിനക്ക് എന്റെ പെർമിഷൻ കിട്ടിയാ പോരെ? അതല്ലേട്ടാ, നീ ഇത് കൊണ്ടുപോയാലും ഇല്ലെങ്കിലും അവര് വന്നതിന് മുന്നേ ഞാനിത് ഏതെങ്കിലും ആക്രിക്കടയിൽ കൊടുത്ത് കിട്ടണ കാശ് ഞാൻ വാങ്ങും. ആ, ചേട്ടൻ ദേഷ്യപ്പെടണ്ട, ഞാനിന്ന് തന്നെ കൊണ്ടുപോക്കോളാം. നല്ലൊരു തുക എത്തിച്ചേരാം. നീ ഇതിന് കാശൊന്നും തരണ്ടടാ. നീ ഇനി വരുമ്പോ മോക്ക് 1-2 നല്ല ഉടുപ്പ് അവിടെ നിന്ന് കൊണ്ടുവന്നാ മതി. അതോടുകൂടി തീരും അമ്മയുടെയും മോളുടെയും പിണക്കമൊക്കെ. എന്നാ അങ്ങനെയെങ്കിലും അങ്ങനെ. എന്താ ബിനു, എങ്ങോട്ടാ? കോയമ്പത്തൂർക്ക്. സജി, ഇത് വാങ്ങിച്ചോ. ചെറിയ കെട്ടല്ലേ, കൂടെ കൊണ്ടുപോയപ്പോരെ വെറുതെ. എനിക്ക് 1-2 സ്ഥലങ്ങളിൽ കയറാണ്ട്. കാശ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇതും കൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇക്ക, ഇത് എപ്പോ എത്തുവോടെ? നാളെ രാവിലെ പോവും. നാളെ രാത്രി അവിടെ എത്തും. മറ്റന്നാൾ രാവിലെ ഡെലിവറി ചെയ്യാൻ പറ്റും. സജി, 7867 ബാർ 50 ഒന്ന് നോട്ട് ചെയ്തോ. 300. ഹലോ. ബിനു. പറയട്ടാ. നീ എവിടെയാ? റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാ. ഹോസ്പിറ്റലാ. അയ്യോ, എന്തു പറ്റിയേട്ടാ? ചേട്ടാ, ഞാനത് ഇന്നലെ തന്നെ അയച്ചിരുന്നു. ഇന്ന് പോയി കാണുമല്ലോ. സമയം ഇത്ര ആയില്ലേ? എത്ര പണം നഷ്ടം വന്നാലും വേണ്ടില്ല, എനിക്ക് ആ പെട്ടി തിരിച്ചു വേണം. ഏട്ടനൊരു കാര്യം ചെയ്യും, ആ ABD പാഴ്സൽ ഓഫീസിലേക്ക് ഒന്ന് വാ, നമുക്ക് അവരോട് സംസാരിക്കാം.
ബാലോട്ടാ, ദാ, ഡോക്ടർ. ഇതാണോ നിങ്ങൾ പറഞ്ഞ അമ്മൂമ്മ പെട്ടി? അതെ.